വെൽക്കം ടു നോഷ് ബ്ലെൻഡ്സ്. നമ്മൾ മലയാളികൾ എല്ലാ ഫുഡും ട്രൈ ചെയ്യുന്നവരാണ്. ഇന്ന് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയും മലയാളികളുടെ ഫേവറേറ്റുമായ ബട്ടർ പനീർ മസാലയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ഇംപ്രവൈസേഷനും ചെയ്തിട്ടില്ല. എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഹെൽത്തി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ റെസിപ്പി. ഇന്നത്തെ റെസിപ്പിക്ക് ഞാൻ 200 പാക്ക് പനീർ എടുത്തു. ഇത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചു. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തു. നമ്മളുടെ പനീറെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്ക് ഒന്ന് മറിച്ചിടുക. പനീർ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പനീർ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 1 അല്ലി വെളുത്തുള്ളി, 4 ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നന്നായി വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു നേരിയ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. ബ്രൗൺ നിറമായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇതും നല്ലപോലെ വഴറ്റണം. ബ്രൗൺ നിറമാകണം. നേരിയ ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ സവാള ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. 3/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി ഈ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. തക്കാളി ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സർ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തു. ഇത് നമുക്ക് മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 8 കശുവണ്ടി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം.
ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പനീർ ഇനി മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഞാൻ പാനിൽ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച മിക്സിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതും ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് തുറന്നു നോക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചൂടായിട്ടുണ്ട്. അപ്പോൾ പനീർ ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം. 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കസൂരി മേത്തി കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡിയായി. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം.